ഹായ് ടീച്ചേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സിടെക് കേടെക് എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലേണിംഗ് തിയറീസ്. ഈ ലേണിംഗ് തിയറീസിന്റെ ഫസ്റ്റ് സെക്ഷൻ ഞാനൊരു വീഡിയോ ആയിട്ട് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയും ആ തിയറിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കേടെക്കിൽ ചോദിച്ചുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് ട്രയൽ ആൻഡ് എറർ തിയറി, ആ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ കേടെക് കഴിഞ്ഞ 3 പ്രാവശ്യത്തെ എക്സാമിൽ ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ഒരു ക്ലാസ്. വീഡിയോയിലേക്ക് പോവാം. ട്രയൽ ആൻഡ് എറർ തിയറി കൊണ്ടുവന്നത് എഡ്വേർഡ് തോണ്ടേക്ക് ആണ്. എഡ്വേർഡ് തോണ്ടേക്ക് അദ്ദേഹം ലേണിംഗിനെ പറയുന്നത് കണക്ഷൻസ് ആയിട്ടാണ്. കണക്ഷൻസ്. ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ബിൽഡിംഗ് കണക്ഷൻസ് ബിറ്റ്വീൻ എ പർട്ടിക്കുലർ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. ഒരു സ്റ്റിമുലസും റെസ്പോൺസും തമ്മിൽ ഉണ്ടാക്കുന്ന കണക്ഷൻസിനെയാണ് അദ്ദേഹം ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കണക്ഷൻസിന്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് കൂട്ടുക? അത്തരത്തിലുള്ള കണക്ഷൻസിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നത് എങ്ങനെയാണ്? ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലേണിംഗ് എന്നത് ഒരു പ്രത്യേക സ്റ്റിമുലസ് റെസ്പോൺസും തമ്മിലുള്ള ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങൾ ട്രയൽ ആൻഡ് എറർ രീതിയിലൂടെ കൂടുതൽ ശക്തമാക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിൽ അദ്ദേഹം ഉപയോഗിച്ചത് ഒരു പൂച്ചയായിരുന്നു. അദ്ദേഹം ആ പൂച്ചയെ ഒരു കൂട്ടിലിട്ടു. ഈ ഒരു കൂടിനൊരു പ്രത്യേക പേരുണ്ട്. ഇതിനെ നമ്മൾ പസിൽ കേജ് എന്നാണ് പറയാ. പസിൽ കേജ് എന്നാണ് പറയുന്നത്. അപ്പൊ കൂടിന്റെ ഉള്ളിൽ പൂച്ചയുണ്ട്. പൂച്ചയ്ക്ക് പുറത്ത് ഫുഡ് വെച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെ. പക്ഷെ പൂച്ചയ്ക്ക് എങ്ങനെ ശ്രമിച്ചാലും ആ കൂട് തുറക്കാതെ ഫുഡ് കിട്ടില്ല. കൂട് എങ്ങനെ തുറക്കണ്ടേ എന്നുള്ളത് പൂച്ചയ്ക്ക് അറിയേയില്ല. അപ്പൊ നോക്കൂ, നിങ്ങൾ ഇതിലൊരു കയറ് തൂങ്ങി കിടക്കുന്നുണ്ട്. ഈ കയറിനെയാണ് നമ്മൾ ലിവർ എന്ന് പറയാം. ഈ ലിവർ പിടിച്ച് വലിച്ചാലാണ് ഈ ഒരു കൂട് തുറക്കുള്ളൂ. പൂച്ച പലവട്ടം കൂട് തുറക്കാൻ ശ്രമിച്ചു, പക്ഷെ കൂട് തുറക്കാൻ അതിന് പറ്റുന്നില്ല. പിന്നീട് എങ്ങനെയൊക്കെയോ ബൈ മിസ്റ്റേക്ക് ആ പൂച്ച കയറ് കൊണ്ട് കളിക്കുന്ന സമയത്ത് ആ ലിവർ വലിച്ചു. ലിവർ വലിച്ചപ്പോ എന്താ സംഭവിച്ചത്? കൂട് തുറന്നു. കൂട് തുറന്നപ്പോ ലിവർ വലിച്ചു. കൂട് തുറന്നു. കൂട് തുറന്നപ്പോ പൂച്ചയ്ക്ക് ഫുഡ് കിട്ടി. പിന്നെയും ഇദ്ദേഹം എന്ത് ചെയ്തു? തോണ്ടേക്ക് പിന്നെയും എക്സ്പെരിമെന്റ് തുടർന്നു. അപ്പൊ മനസ്സിലാക്കിയത്, ആ ഒരു ലിവർ വലിച്ച് പൂച്ച കേജ് തുറക്കാൻ എടുക്കുന്ന സമയം, ആ സമയത്തിന്റെ അളവ് കുറഞ്ഞു വന്നു. എന്ന് വെച്ചാൽ മിസ്റ്റേക്സിന്റെ എണ്ണം കുറഞ്ഞ് കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് പൂച്ച എടുക്കാൻ വേണ്ടി തുടങ്ങി. ഇവിടെ പൂച്ച എന്താ ചെയ്തത്? ഒരു സ്റ്റിമുലസിന് അനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് പൂച്ച ക്രിയേറ്റ് ചെയ്തെടുത്താണ് ചെയ്തത്. ഇവിടെ നോക്കൂ, കണക്ഷൻസ് ആണ് അദ്ദേഹം പറയുന്നത് അല്ലെ. ലേണിംഗിനെ കണക്ഷൻസ് ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു തിയറിയുടെ മറ്റൊരു പേര് കണക്ഷനിസം എന്നാണ്. കണക്ഷനിസം എന്ന പേരിലും ട്രയൽ ആൻഡ് എറർ തിയറി അറിയപ്പെടുന്നുണ്ട്. കാരണം എന്താണ്? കണക്ഷൻസ് ഫോം ചെയ്യുന്നതാണ് ലേണിംഗ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്തത്, ഒരു സ്റ്റിമുലസും ഒരു റെസ്പോൺസും തമ്മിലുള്ള ആ ഒരു കണക്ഷൻസ് ആണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഇതിനെ SR തിയറി എന്നും പറയുന്നു. അപ്പോ ട്രയൽ ആൻഡ് എറർ തിയറിയുടെ മറ്റു 2 പേരുകളാണ് കണക്ഷനിസവും അതുപോലെ SR തിയറിയും. ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം കൊണ്ടുവന്നത് 3 ലോസ് ആണ്. 3 മെയിൻ ലോസ് ഉണ്ട്, കൂടാതെ 5 സബോർഡിനേറ്റ് ലോസും ഉണ്ട്. 3 ലോസ് ആണ്: ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫക്ട്. ഇതാണ് ലോസ് ഓഫ് ലേണിംഗ് എന്ന് അറിയപ്പെടുന്നത്. തോണ്ടേക്കിന്റെ ലോസ്, ലേണിംഗ് ലോസ് ആണ് ഈ 3 ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് റെഡിനെസ് ആൻഡ് ലോ ഓഫ് എഫക്ട്. ഇത് നോക്കൂ, ലോ ഓഫ് റെഡിനെസ് എന്താണ്? ലോ ഓഫ് റെഡിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണറുമായി റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ, കുട്ടി പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ, കുട്ടി പഠിക്കാൻ റെഡി ആണെങ്കിൽ മാത്രമേ കുട്ടിയെ പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ലോ ഓഫ് റെഡിനെസ്. കുട്ടി റെഡി ആയിരിക്കണം. ഇപ്പൊ നോക്കൂ, ഈ പൂച്ചയ്ക്ക് മീൻ വേണം. അതുകൊണ്ട് ആ ഒരു ലിവർ വലിച്ച് അതിനെ തുറക്കണം, എങ്ങനെയെങ്കിലും പുറത്ത് കടക്കണം എന്നുള്ള ഒരു വിചാരം പൂച്ചയ്ക്ക് മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അത് പലതരത്തിൽ ശ്രമിച്ചിട്ട് ആ കൂട് തുറന്ന് പുറത്ത് വന്നത്. കൂട്ടിന്ന് പുറത്തിറങ്ങണം എന്നുള്ള ആഗ്രഹം ആർക്കുണ്ടായിരുന്നു? പൂച്ചയ്ക്ക് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ലോ ഓഫ് റെഡിനെസ്. ഇനിയിപ്പോ പൂച്ചയ്ക്ക് ഈ മീനിന് പകരം കുറച്ച് സാമ്പാറാണ് എടുത്ത് വെച്ചതെന്ന് വിചാരിക്കൂ. പൂച്ചയ്ക്ക് അത് പുറത്തിറങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കുമോ? ഇല്ല. അവിടെ പുറത്തിറങ്ങണം എന്നുള്ള വിചാരം പൂച്ചയ്ക്ക് ഉണ്ടാവില്ല. സോ ലേണറെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ ലേണർ പഠിക്കാൻ റെഡി ആയിരിക്കണം. അതാണ് ലോ ഓഫ് റെഡിനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ലോ ഓഫ് എക്സസൈസ്. ലോ ഓഫ് എക്സസൈസിൽ തന്നെ ലോ ഓഫ് യൂസും ഉണ്ട്, ലോ ഓഫ് ഡിസ്യൂസും ഉണ്ട്. ഇതിൽ പറയുന്നത്, നമ്മൾ എത്രത്തോളം ഒരു ടാസ്ക് റിപ്പീറ്റ് ചെയ്യുന്നോ അത്രത്തോളം കണക്ഷൻസ് സ്ട്രോങ് ആവും, അല്ലെങ്കിൽ പഠിക്കുന്നതിന്റെ ആ ഒരു എമൗണ്ട് കൂടും. അതാണ് ലോ ഓഫ് യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോ ഓഫ് ഡിസ്യൂസ് ആണെങ്കിലോ, നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നതിന്റെ അളവ് കുറയ്ക്കുന്നോ അത്രത്തോളം ലേണിംഗിന്റെ എമൗണ്ട് അല്ലെങ്കിൽ ആ കണക്ഷൻസ് ഫോം ചെയ്യുന്നതിന്റെ എമൗണ്ട് കുറയും. അതാണ് ലോ ഓഫ് എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സസൈസ് എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം കണക്ഷൻസ് ഫോം ചെയ്യും. ലോ ഓഫ് എക്സസൈസിന്റെ 2 സബ് ലോസ് ആണ് ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും. അടുത്തത് ലോ ഓഫ് എഫക്ട്. ലോ ഓഫ് എഫക്റ്റിൽ പറയുന്നത്, നമ്മളൊരു ബിഹേവിയർ കാഴ്ചവെച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആ ഒരു എൻഡ് റിസൾട്ട് ഉണ്ടല്ലോ, ആ ഒരു റിസൾട്ട് ബെനിഫിഷ്യൽ ആണെങ്കിലാണ് ആ കണക്ഷൻസ് സ്ട്രോങ് ആവുക. ഇപ്പൊ ഉദാഹരണത്തിന്, കുട്ടി ഹോംവർക്ക് ചെയ്ത് ക്ലാസ്സിലേക്ക് വരുന്നു. അപ്പൊ കുട്ടിക്ക് എന്താണ്? അവിടെ ഒരു പ്രശംസ കിട്ടുന്നുണ്ട്. ആ ഒരു എൻഡ് റിസൾട്ട് കുട്ടിക്ക് എന്താ കിട്ടിയത്? ഒരു പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടിയത്.
അതുകൊണ്ട് ലോ ഓഫ് എഫക്ട് പ്രകാരം കുട്ടി ആ ഒരു ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യും. ഇനി നെഗറ്റീവ് റിസൾട്ട് ആണ് കുട്ടിക്ക് കിട്ടുന്നതെങ്കിലോ, കുട്ടി ഹോംവർക്ക് ചെയ്യാതെ വന്നു, കുട്ടിക്ക് അടി കിട്ടി. എന്ത് റിസൾട്ട്? പ്ലഷർ ആണോ കിട്ടിയത് കുട്ടിക്ക്? അല്ല, ഒരു മോശം അനുഭവമാണ് കിട്ടിയത്. അപ്പൊ എന്താണ് സംഭവിക്കുക? അപ്പൊ ലോ ഓഫ് എഫക്ട് പ്രകാരം കുട്ടിക്ക് എന്ത് റിസൾട്ട് എന്താണ് കിട്ടിയത്? നെഗറ്റീവ് ആയിട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് ആ ബിഹേവിയർ കുട്ടി പിന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. ഇതാണ് തൊണ്ടേക്കിന്റെ 3 ലോസ് പറയുന്നത്. ഇത് കൂടാതെ തൊണ്ടേക്കിന് സബോർഡിനേറ്റ് ലോസ് ഉണ്ട്. ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്, ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്, ലോ ഓഫ് പ്രീപൊട്ടൻസി ഓഫ് എലമെന്റ്സ്, ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോഗി, ലോ ഓഫ് അസോസിയേറ്റ് ഷിഫ്റ്റിംഗ്. ഇങ്ങനെ 5 സബോർഡിനേറ്റ് ലോസ് ആണ് തൊണ്ടേക്കിനുള്ളത്. ഇതില് ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് എന്താന്ന് നോക്കാം. ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് പറയുന്നത് കുട്ടിക്ക് ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി ആ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റെസ്പോൺസുകൾ കുട്ടി ക്രിയേറ്റ് ചെയ്യും. ഉദാഹരണത്തിന് ഒരു മാത്സ് പ്രോബ്ലം നമ്മൾ കുട്ടിക്ക് കൊടുത്തു. ആ മാത്സ് പ്രോബ്ലത്തിന് കുട്ടിക്ക് കിട്ടിയ റിസൾട്ട് തെറ്റാണെന്ന് വിചാരിച്ചോളൂ. പിന്നീട് ആ കുട്ടി അതേ മെത്തേഡിലൂടെ ആയിരിക്കും അടുത്ത പ്രാവശ്യം ചെയ്യുക? അല്ല, കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി കുട്ടി മൾട്ടിപ്പിൾ ആയിട്ടുള്ള വഴികളിലൂടെ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കും. അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഒരേ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റെസ്പോൺസ് ലേണർ ജനറേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്. ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള ലോ ഓഫ് റെഡിനെസ്സുമായിട്ട് സാമ്യമുണ്ട്. എന്താണ് ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്? കുട്ടിക്ക് അതിനോടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം. പഠിക്കുന്ന കാര്യത്തിനോടാണെങ്കിൽ കുട്ടിക്ക് പഠിത്തത്തിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലേ കുട്ടിക്ക് പഠിക്കാൻ കഴിയുള്ളൂ. അതാണ് ലോ ഓഫ് ആറ്റിറ്റ്യൂഡിൽ പറയുന്നത്. നെക്സ്റ്റ് ലോ ഓഫ് പ്രീപൊട്ടൻസി ഓഫ് എലമെന്റ്സ്. പ്രീപൊട്ടൻസി ഓഫ് എലമെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന സമയത്ത് ആ പ്രോബ്ലത്തിന്റെ ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. ഉദാഹരണത്തിന് നമ്മളൊരു ചായ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ കയറുകയാണ്. അടുക്കളയിൽ എന്തൊക്കെ ഉണ്ടാവും? മിക്സി ഉണ്ടാവും, ഗ്രൈൻഡർ ഉണ്ടാവും, ഫ്രിഡ്ജ് ഉണ്ടാവും, മുളക് പൊടി, മഞ്ഞപ്പൊടി, പഞ്ചസാര, ഉപ്പ്, ചായപ്പൊടി, വെള്ളം, ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോൾ നമ്മൾ ഇതിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക? നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ചായപ്പൊടി, വെള്ളം, പഞ്ചസാര, പിന്നെ സ്റ്റൗ. അവിടെ നമ്മൾ മിക്സിയോ അല്ലെങ്കിൽ ഫ്രിഡ്ജോ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാര്യമാക്കുന്നില്ല. അപ്പോ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷന്റെ ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമാണ് നമ്മൾ അവിടെ നോക്കുന്നത്. അതാണ് പ്രീപൊട്ടൻസി ഓഫ് എലമെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോഗി. ഇവിടെ പറയുന്നത് നമ്മളൊരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് മുൻപ് ഇതേപോലൊരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് റെസ്പോണ്ട് ചെയ്തത് എന്ന് നമ്മളൊന്ന് ആലോചിക്കും. എന്നിട്ടാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. ഉദാഹരണത്തിന് പായസം ഉണ്ടാക്കണം. നമ്മൾ മുൻപ് സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അടപ്പായസമാണ് ഉണ്ടാക്കേണ്ടത്. എന്നാൽ അടപ്പായസം ഉണ്ടാക്കാൻ നമുക്ക് അറിയില്ല. അപ്പൊ അത് നമുക്കൊരു ന്യൂ സിറ്റുവേഷൻ ആണ്. എന്നാൽ ഓൾഡ് മെമ്മറിയിൽ എന്ത് കിടക്കുന്നുണ്ട്? നമുക്ക് സേമിയ പായസം ഉണ്ടാക്കിയിട്ട് നമുക്ക് അറിവുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ആലോചിക്കും, സേമിയ പായസം ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ എന്തൊക്കെ ടെക്നിക്സ് ആണ് ഉപയോഗിച്ചത്. എന്നിട്ട് അവിടെ നമ്മൾ ഉപയോഗിച്ച അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുതിയ സിറ്റുവേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതാണ് റെസ്പോൺസ് ബൈ അനലോഗി. അനലോഗി എന്ന് പറഞ്ഞാൽ എന്താ? ഒരേപോലെയുള്ള കാര്യങ്ങളെ നമ്മൾ അനലോഗസ് എന്ന് പറയാം, അല്ലെ? അപ്പോൾ ആ സിറ്റുവേഷനിലുള്ള സിമിലാരിറ്റീസ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെസ്പോണ്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ലോ ഓഫ് അസോസിയേറ്റ് ഷിഫ്റ്റിംഗ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ നമുക്കൊരു സ്റ്റിമുലസ് കിട്ടി. ഒരു സിറ്റുവേഷൻ ഉണ്ട്, അതിൽ നമുക്കൊരു സ്റ്റിമുലസ് കിട്ടി. ഈ സ്റ്റിമുലസിന് നമുക്കൊരു റെസ്പോൺസ് ഉണ്ടാവും, റെസ്പോൺസ്. എന്നാ ഈ സിറ്റുവേഷനില് ഈ സ്റ്റിമുലസ് കിട്ടിയ ഈ സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഈ സിറ്റുവേഷനിൽ ഉള്ള മറ്റ് സ്റ്റിമുലസിനോടും നമ്മൾ ഇതേ റെസ്പോൺസ് തന്നെയാണ് ഉണ്ടാക്കുക. ഉദാഹരണത്തിന് നമ്മൾ കോഴിക്കൊക്കെ നമ്മൾ തീറ്റ കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ അരി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ബ ബ ബ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കും. അപ്പോ കോഴികൾ വന്നിട്ട് അത് കൊത്തിത്തരും. ഈ കോഴികൾക്ക് ആ ഒരു സിറ്റുവേഷനില് ഫുഡ് കിട്ടുന്ന സിറ്റുവേഷനില് ഫുഡ് എന്ന് പറയുന്ന സ്റ്റിമുലസ് ആണ്. അതിന്റെ കൂടെ കിട്ടിയ മറ്റൊരു സ്റ്റിമുലസ് ആണ് ബ ബ എന്നുള്ള സൗണ്ട്. അപ്പോ കോഴി വിചാരിക്കുന്നത് എന്താണ്? ആ ബ എന്നുള്ള സൗണ്ട് കിട്ടിയാലും ഫുഡ് വരുന്നാണ് വിചാരിക്കുന്നത്. അപ്പോ കോഴി എന്ത് ചെയ്യും? ഓടി വരും. കോഴിക്ക് വേണ്ട സ്റ്റിമുലസ് എന്താണ്? ശരിക്കും ഫുഡാണ് സ്റ്റിമുലസ്. പക്ഷെ ആ സിറ്റുവേഷനിൽ അതിന്റെ കൂടെ നമ്മൾ കൊടുത്ത സ്റ്റിമുലസ് ഏതാണ്? ബ ബ എന്നുള്ള സൗണ്ടും വേറൊരു സ്റ്റിമുലസ് ആണ്, അല്ലെ? അപ്പോ കോഴി ആ ഫുഡിനോടാണ് ആദ്യം റെസ്പോണ്ട് ചെയ്തത്, ഓടി വന്നു, അല്ലെ? ആ ഫുഡ് കണ്ടപ്പോൾ കോഴി ഓടി വന്നു. പിന്നെ ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്താൽ തന്നെയും കോഴി എന്ത് ചെയ്യുന്നുണ്ട്? ഓടി വരുന്നുണ്ട്, അല്ലെ? അപ്പൊ എന്താണ്? അവിടെ ഒരു ഷിഫ്റ്റ് നടന്നു, അവിടെ ഒരു ഷിഫ്റ്റിംഗ് നടന്നു. ഒരു സ്റ്റിമുലസിനോട് അസോസിയേറ്റ് ചെയ്തിരുന്ന മറ്റൊരു സ്റ്റിമുലസിനോട് കോഴി റെസ്പോണ്ട് ചെയ്യുന്നു. അവിടെ
സ്റ്റിമുലസ് തമ്മിൽ ഷിഫ്റ്റ് നടന്നു. അതായത് ഒരു സ്റ്റിമുലസിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന അതേ രീതിയിൽ ആ സ്റ്റിമുലസിനോട് സിമിലാരിറ്റി ഉള്ള വേറൊരു സ്റ്റിമുലസ് കിട്ടിയാലും നമ്മൾ റെസ്പോണ്ട് ചെയ്യും. അതാണ് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കൂ, പ്രീപൊട്ടൻസി ഓഫ് എലമെന്റ്സ്. According to this law, the learner acts selectively to the important or essential elements in the situation and neglects the other features which are irrelevant. Irrelevant ആയിട്ടുള്ള ഫീച്ചേഴ്സിനൊക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ റിലവന്റ് ആയിട്ടുള്ള കാര്യത്തിനോട് മാത്രമാണ് ഒരു സിറ്റുവേഷനിൽ റെസ്പോണ്ട് ചെയ്യുക. അതാണ് നമ്മുടെ ചായയായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചത്. അടുത്തത് ലോ ഓഫ് അനലോഗി. ലോ ഓഫ് അനലോഗിയിൽ പറഞ്ഞത് എന്താണ്? An individual respond to a new situation on the basis of the responses made by him in similar situation in the past. മുൻപ് ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ എങ്ങനെയാണ് പെരുമാറിയത് എന്ന് ആലോചിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ പുതിയ സിറ്റുവേഷനോടും റെസ്പോണ്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. ഇതില് any response may elicit from the learner in associated with any situation in which he is sensitive. ചിലപ്പോൾ നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്നും നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാം. ട്രയൽ ആൻഡ് എറർ തിയറിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അത് കൊണ്ടുവന്നത് ആരാണ്? എഡ്വേർഡ് തൊണ്ടേക്കിൻ്റെതാണ് ആ ഒരു തിയറി. തൊണ്ടേക്ക് പറയുന്നത് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? കണക്ഷൻസ് ആണ്. സ്റ്റിമുലസും റെസ്പോൺസും തമ്മിൽ ഉണ്ടാക്കുന്ന കണക്ഷൻസ് ആണ് ലേണിംഗ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു കണക്ഷൻസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന മെത്തേഡ് എന്താണ്? ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ്. ഇവിടെ ട്രയൽ ആൻഡ് എറർ തിയറിയെ നമ്മൾ കണക്ഷനിസം എന്നും പറയാറുണ്ട്, SR തിയറി എന്നും പറയാറുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ കേജ്, അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ അനിമൽ ഏതായിരുന്നു? കാറ്റ് ആയിരുന്നു. ആ ഒരു ബോക്സിന്റെ പേര് പസിൽ കേജ് എന്നാണ്. അതില് ഒരു ലിവർ ഉണ്ടായിരുന്നു. ആ ലിവർ വലിച്ചാലാണ് കൂട് തുറക്കുക. പൂച്ചക്കുട്ടി കുറെ പ്രാവശ്യം ട്രയൽ ചെയ്ത് പൂച്ചക്കുട്ടി എന്ത് ചെയ്തു? അവസാനം അത് ആ ലിവർ പിടിച്ച് ആക്സിഡന്റലി വലിച്ച സമയത്ത് കൂട് തുറന്നു. പിന്നെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ പൂച്ച ലിവർ വലിച്ച് ആ കൂട് തുറക്കാൻ എടുക്കുന്ന സമയം കുറഞ്ഞു വന്നു. അതിനർത്ഥം പൂച്ച തെറ്റായ റെസ്പോൺസുകളുടെ എണ്ണം കുറച്ച് ശരിയായ റെസ്പോൺസിലേക്ക് വേഗം എത്തുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് തൊണ്ടേക്കിന്റെ 3 മെയിൻ ലോസ് ഉണ്ട്, 5 സബോർഡിനേറ്റ് ലോസ് ഉണ്ട്. 3 മെയിൻ ലോസ് ആണ് ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫക്ട്, ലോ ഓഫ് റെഡിനെസ്. ഇതില് ലോ ഓഫ് റെഡിനെസ് എന്ന് പറഞ്ഞാൽ കുട്ടി റെഡി ആയിരിക്കണം പഠിക്കാൻ, എന്നാൽ മാത്രമേ നമുക്ക് കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ലോ ഓഫ് എക്സസൈസിൽ പറയുന്നത് എത്രത്തോളം നമ്മൾ ആ ടാസ്ക് റിപ്പീറ്റ് ചെയ്യുന്നോ അത്രത്തോളം കണക്ഷൻസ് സ്ട്രോങ് ആവും എന്നാണ് പറയുന്നത്. അതാണ് ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും. ആലോചിച്ച് വെക്കുക. പിന്നെ ലോ ഓഫ് എഫക്ട് പറയുന്നത് നമ്മളെ ഫലം എന്താണോ ആ ഫലത്തിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ആ ഒരു കണക്ഷൻ വർക്ക് ചെയ്യുക. പിന്നെ സബോർഡിനേറ്റ് ലോസ് പറഞ്ഞു, അതിൽ മൾട്ടിപ്പിൾ റെസ്പോൺസ്, ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്, പ്രീപൊട്ടൻസി ഓഫ് എലമെന്റ്സ്, റെസ്പോൺസ് ബൈ അനലോഗി, അസോസിയേറ്റീവ് ഷിഫ്റ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാം. നെക്സ്റ്റ്, ഈ ഒരു ലോവുമായിട്ട് അധികം കോംപ്ലിക്കേറ്റ് ചെയ്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരാറില്ല. ഈ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള കഴിഞ്ഞ ഒരു 4 പ്രാവശ്യത്തെ കേട്ടറ്റ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബോയ് ലൈക്ക് ഹിസ് ജോഗ്രഫി ടീച്ചർ വെരി മച്ച്. ഹി സ്പെൻഡ്സ് മോർ ടൈം സ്റ്റഡിയിങ് ജോഗ്രഫി ആൻഡ് സ്കോർസ് ഗുഡ് മാർക്സ് ഇൻ ദ സബ്ജക്ട്. വിച്ച് ലോ ഓഫ് ലേണിംഗ് ഈസ് അപ്ലിക്കബിൾ ഹിയർ? ഇവിടെ എന്താണ്? കുട്ടിക്ക് ജോഗ്രഫി ടീച്ചറെ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് കുട്ടി എന്ത് ചെയ്തു? കുറെ സമയം പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ലോ ഓഫ് റെഡിനെസ് ആണ് അല്ലെ. കുട്ടിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് കുട്ടി സ്വയം വിചാരിച്ച് കുട്ടി ഒറ്റയ്ക്ക് പഠിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കുട്ടി റെഡിയാണ് പഠിക്കാൻ. സോ ലോ ഓഫ് റെഡിനെസ് ആണ് ഇവിടെ കറക്റ്റ്. When a response is followed by a satisfying state of affairs, the connection is strengthened. ഇത് ഏത് ലോ ആണ്? എന്താണ്? പഠനത്തിൽ തൃപ്തികരമായ ഫലം ഉണ്ടാകുമ്പോൾ, ഫലമാണ് അവിടെ റിസൾട്ടാണ് നല്ലത്. അപ്പൊ അതെന്താണ്? ലോ ഓഫ് എഫക്റ്റ് ആണ്, ഫല നിയമമാണ് അവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തൊണ്ടൈക്കിന്റെ പഠന നിയമങ്ങളിൽ ഉപയോഗ നിയമം, അനുപയോഗ നിയമം എന്നിവ പ്രധാന നിയമത്തിന്റെ ഏത് പ്രധാന നിയമത്തിന്റെ ഉപവിഭാഗങ്ങളാണ്? നമ്മൾ പഠിച്ചു അല്ലെ. ഏതിൻ്റെതാണ്? ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും എന്തിന്റെ ഭാഗങ്ങളാണ്? ലോ ഓഫ് എക്സസൈസിന്റെ ഉപവിഭാഗങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if a child is not interested or mentally prepared to learn mathematics, he cannot be forced to learn it effectively. Which law of Thorndike supports this? അപ്പൊ ആ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ, മാത്സ് പഠിക്കാൻ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, കുട്ടി റെഡി അല്ല പഠിക്കാൻ, അങ്ങനെയാണെങ്കിൽ കുട്ടിയെ ഒരു തരത്തിലും ഫോഴ്സ് ചെയ്താലും കുട്ടിക്ക് അത് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന തൊണ്ടേക്കിന്റെ ലോ ഏതാണ്? അത് ലോ ഓഫ് റെഡിനെസ് തന്നെയാണ് അല്ലെ. കുട്ടി റെഡി അല്ല, ലോ ഓഫ് റെഡിനെസ്.
അപ്പൊ ഇന്ന് നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.